താങ്ക് യു. ഹാപ്പി ഫാദേഴ്സ് ഡേ. അച്ഛനെ കിട്ടാൻ മക്കളെ കിട്ടാൻ ഭാഗ്യം ചെയ്തിരിക്കുന്നു. ചിക്കൻ ഇല്ലാതെ മമ്മിക്ക് ഇപ്പൊ ചോറ് ഇറങ്ങില്ലാന്ന് കണ്ടാ, നിർബന്ധമായി പോയി. ഡാഡി ഫുൾ കഴിക്കില്ല, ഡാഡിക്ക് ജസ്റ്റ് ആവശ്യമുള്ള കഴിച്ചിട്ട് അത് നിർത്തുന്നേ. പ്രിയ പറയുന്നു ഡാഡി അത് ഫുൾ കഴിക്കും. നോക്കാം. Guys, good morning and welcome to a new vlog. Special day, special video ആണ്. ഫാദേഴ്സ് ഡേയുടെ അന്നാണ് നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്നത്. സോ എല്ലാവർക്കും എല്ലാ ഫാദേഴ്സിനും ഹാപ്പി ഫാദേഴ്സ് ഡേ. എനിക്ക് തോന്നുന്നു നമ്മൾ അധികം മദേഴ്സ് ഡേയും വുമൻസ് ഡേയും പോലെ അത്ര ഹൈപ്പിൽ സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരു ദിവസമാണ് ഫാദേഴ്സ് ഡേ. ഐ തിങ്ക് സോ ആസ് അമ്മമാരെ സെലിബ്രേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഒബ്വിയസ്ലി അച്ഛന്മാരെ സെലിബ്രേറ്റ് ചെയ്യാം. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ അച്ഛന്മാരാണല്ലോ പൊതുവെ ഈ സെലിബ്രേഷൻസ് അതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നത്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇത്രയും ഫേമസ് ആയി അത്രയും ഗ്രാൻഡായിട്ട് സെലിബ്രേറ്റ് ചെയ്യാത്തത്. സോ എല്ലാവർക്കും എല്ലാ അച്ഛന്മാർക്കും ഹാപ്പി ഫാദേഴ്സ് ഡേ. സോ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോവോട്ടൽ ഇവിടെ കൊച്ചിയിലെ തന്നെ ഒരു ഹോട്ടലിൻ്റെ സ്റ്റേക്ക് ഡിസ്കൗണ്ട് ഭയങ്കര ഡിസ്കൗണ്ട് ആയിട്ടുള്ള ഒരു കൂപ്പൺ ഉണ്ട്. സോ അത് നമ്മൾ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. ഒരു ദിവസം അവിടെ പോയി സ്റ്റേ ചെയ്ത് ഫാദേഴ്സ് ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്ത് വരാമെന്ന്. പക്ഷേ ഒബ്വിയസ്ലി ഡാഡി മമ്മിയും കൂടെ കാണും ഇതിൽ. ഡാഡിക്ക് ഒരു ഫാദേഴ്സ് ഡേ സെലിബ്രേഷൻ വേണമല്ലോ. അപ്പോൾ ഡാഡിയുടെയും കുറച്ച് വിശേഷങ്ങളൊക്കെ കേൾക്കാം. ആൻഡ് ഒരു നല്ല ഫാദേഴ്സ് ഡേയുടെ വ്ളോഗായിരിക്കും ഇന്ന്. താങ്ക് യു, ലവ് യു. എന്താ അപ്പൊ നമുക്ക് എൻജോയ് ചെയ്തിട്ട് നിരഞ്ജനെ കാണാം കേട്ടാ. ഓക്കെ, അമ്മേനെയാണോ അപ്പേനെയാണോ കൂടുതൽ ഇഷ്ടം? അമ്മ ഇത് കാണും കേട്ടാ. ഓക്കെ, കുറച്ചു നേരം ടി വി കണ്ട് അമ്മ റെഡിയായിട്ട് വിളിക്കാം. അപ്പൊ കിട്ടും കേട്ടാ ബ്രേക്ക് ഡാഡിയുടെ. ഇത് 2 മണിക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞത് 3:30 ഹാപ്പി ഫാദേഴ്സ് ഡേ പറഞ്ഞോണ്ട് പോവാം അങ്ങോട്ട്. എന്ത് ഇപ്പൊ ഡാഡി വഴക്ക് പറയും കേട്ടാ അമ്മേനെ. നോക്കിക്കോ. ആ പറ്റില്ല, അമ്മേനെ വഴക്ക് പറയാതെ കാണണം അല്ലേ. നമ്മൾ ഈ അക്കൗണ്ടിന് മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ ഈ നോവോട്ടലില് കൊച്ചി നോവോട്ടലിലേക്ക് ഡിസ്കൗണ്ട് വൗച്ചേഴ്സ് കിട്ടുവേ. അതുപോലെ തന്നെ ബുഫേ കോംപ്ലിമെൻ്ററി ഉണ്ട്, 4 പേർക്കുള്ള ബുഫേ കോംപ്ലിമെൻ്ററി ഉണ്ട്. അതൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയാണ് മെമ്പർഷിപ്പ് കഴിയാറായി. അപ്പോൾ പുതുക്കുന്നതിന് മുമ്പ് ഇതെല്ലാം ഉപയോഗിച്ച് തീർക്കാനാണ് ഇവിടെ വരുന്നത്. എന്തായാലും അടിപൊളിയാണ്. സിറ്റിക്കകത്ത് തന്നെ ഒരു സ്റ്റേക്കേഷന് പറ്റിയ സ്ഥലമാണിത്. ആൻഡ് വളരെ എക്സ്പെൻസീവ് ഒന്നുമല്ല. ചിലപ്പോൾ എനിക്ക് 4,000-4,500 വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും മെമ്പർഷിപ്പ് ഒന്നും ഇല്ലെങ്കിൽ തന്നെ. ഈ വർഷം ഓർമ്മയുണ്ടോ എപ്പോ താമസിച്ചതാ? വേദും കൂടെ താമസിച്ചല്ലേ? അല്ല, ഇവിടെ തന്നെ, സിംഗപ്പൂർ ഒന്നും അല്ല. പക്ഷെ ഇങ്ങനത്തെ ഇതല്ല. വെൽക്കം ടു നോവോട്ടൽ ഫോർ ഫാദേഴ്സ് ഡേ. എന്താ ഗിഫ്റ്റ് അവിടെ ഉണ്ട് ഫാദേഴ്സ് ഡേക്ക്? അത് പഴയതായി ഗിഫ്റ്റ്, പുതിയത് ഒന്നാണെങ്കിൽ നമുക്ക് നാം ഒന്ന് നമുക്കൊന്ന്, അങ്ങനെയാണ് ചൊല്ല്, അറിയോ? പക്ഷെ ഞാൻ ഇപ്പോഴാണ് ആലോചിച്ചത്, നമ്മുടെ ഇനിയിപ്പോ അടുത്ത ട്രിപ്സ് ഒക്കെ പ്ലാൻ ചെയ്യുമ്പോ ഒരാളുള്ളത് കൊണ്ട് എന്ത് ഫ്ലൈറ്റ് ടിക്കറ്റ് ലാഭം, പിന്നെ റൂം ലാഭമല്ലേ? 2 കിഡ്സ് ആയി കഴിയുമ്പോ അവര് ചിലപ്പോ 2 റൂം എടുക്കാൻ പറയും. 2 ഫ്ലൈറ്റ് ടിക്കറ്റ് ആവല്ലേ? നമ്മുടെ ജോലിയും കൂടെ ഇതായതുകൊണ്ട് ഒരു കൊച്ചാണ് കറക്റ്റ്. ഓക്കെ, സോ നമ്മള് ഓക്കെ, സോ നമ്മള് നോവോട്ടലിലാണ്. ഞാൻ പറഞ്ഞ സ്റ്റേക്കേഷന് പറ്റിയ ഒരു നല്ല ഹോട്ടൽ കേട്ടോ. നല്ല മണം, നല്ല ക്ലെനിനെസ്, അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ റൂം ടൂർ ആണ് പ്രിയയുടെ. അതെ, പറഞ്ഞതാ. അപ്പൊ കേറി വരുമ്പോ തന്നെ ബാത്റൂമിലും എല്ലാം ബാട്ടപ്പ് ഉണ്ട്, അവന് ഇഷ്ടപ്പെട്ടു. ഇവരുടെ സെക്കൻഡ് കാറ്റഗറി റൂമില് ബാട്ടപ്പ് ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നല്ല ക്ലീൻ ആണ്, വെൽ മെയിൻറ്റൈൻഡ് ആണ്. വെരി ആക്ച്വലി എനിക്ക് തോന്നുന്നു കേരളത്തിലെ തന്നെ മോസ്റ്റ് അഫോർഡബിൾ 5-star ഹോട്ടലാണ്. കാരണം ഞാനിപ്പം ഓൺലൈനിൽ ഓഫറൊന്നും ഇല്ലാതെ ബുക്ക് ചെയ്തപ്പോ ബിലോ 5 4,000 സംതിങ് ഒക്കെ ഉള്ളൂ. മെമ്പർഷിപ്പ് ഉള്ളവർക്ക് ഒരു 3,000 ഒക്കെ കിട്ടും. പക്ഷെ ഉള്ളി തിങ്ക് വേണ്ട, ഈ മിററിന് ഇവിടെ ഒന്ന് മെയിൻ്റെനൻസ് ഇഷ്യൂ ഉണ്ട്. അതൊന്നും അവർ ചെയ്തായിരുന്നെങ്കിൽ ബാക്കി എല്ലാം വെൽ മെയിൻറ്റൈൻഡാ.
കാർപ്പറ്റിൽ പോലും സ്റ്റെയിൻസ് ഒന്നും ഇല്ല. നല്ല വലിയ വാർഡ്രോബ്സ് ഉണ്ട്. തൊട്ടപ്പുറമാണ്, ഒരേ മതിലാണ് കാരവൻ ഐസ്ക്രീം. നല്ല വലിയ ബെഡ് കേട്ടാ. ഹോട്ടലിന്റെ ബെഡൊക്കെ പിന്നെ എപ്പോഴും നല്ല കംഫർട്ടബിൾ ആയിരിക്കുമല്ലോ. പിന്നെ നമുക്ക് ഇതുപോലെ വെൽക്കം ആയിട്ട്, ഇതെല്ലാവർക്കും കിട്ടില്ല, ഇതുപോലെ പ്ലാറ്റിനം മെമ്പേഴ്സിനൊക്കെ ഉപ്പേരി, മഖാന, ചക്ക. മഖാന ഉണ്ട്. പിന്നെ ചക്ക വരട്ടിയത്, ഇത് മഖാനയാ. ഫ്രൈഡ് വേണ്ടവർക്ക് കഴിക്കാം. ഉപ്പേരി ഇപ്പൊ തീർന്നോളും. പിന്നെ ഇതുപോലെ ഫ്രൂട്ട്സും അതൊക്കെ ഉണ്ട്. പിന്നെ അത്യാവശ്യം നല്ലൊരു വ്യൂ ഉണ്ട്. ഇത് കണ്ടോ, അവിടെ എന്തോ ബിൽഡിങ്ങോ ഫ്ലാറ്റിനോ പണി നടക്കുന്നു. ഇവിടെ നല്ല ഭംഗിയുള്ള ഒരു തനി കേരള ലുക്ക്. എറണാകുളം സിറ്റിയാന്നേ പറയില്ല, പക്ഷെ നമ്മള് കാക്കനാട് സിറ്റിയുടെ നടുക്ക് തന്നെ. നല്ല സ്ഥലം കേട്ടോ. ഇവിടെ പിന്നെ വർക്ക് ഡെസ്കും എല്ലാം ഉണ്ട്. നമുക്ക് നേരെ പൂൾ ഏരിയയിലേക്ക് പോവാം, സമയമില്ല. വിഷീതാ ഡാഡിയുടെ എപ്പോ വിഷ് ചെയ്തു? ഞാൻ കണ്ടില്ല. അപ്പൊ താത്തനെ വിഷ് ചെയ്തു. കണ്ട വിഷ് ചെയ്താ? അച്ഛനെ കിട്ടാൻ മക്കളെ കിട്ടാൻ ഭാഗ്യം ചെയ്തിരിക്കുന്നു. എല്ലാം സഹിക്കണ ഒരു ഭാഗ്യം. മനസ്സിൽ വിഷയം മോളിലാ വിഷയം. അതെ, കഴിഞ്ഞ ഫാദേഴ്സ് ഡേ നമ്മള് കാക്കനാട് ഒരു ഹോട്ടലിൽ വന്നത്. ആണോ? അതേതായിരുന്നു? ഓർമ്മയില്ല. സ്റ്റേ ചെയ്തല്ലേ? ഞങ്ങള് രാത്രി തന്നെ മടങ്ങിപ്പോയി. ആ സ്ഥലത്ത് സമയം കളയലേന്ന്. ഡാഡിയുടെ ഒരു വെരി ഗുഡ് വന്നല്ലോ. നല്ലൊരു ഏരിയ ആണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ. ഈ റൂഫ് ടോപ്പ് പൂള് തന്നെയാണ് എനിക്ക് ഇവരുടെ ഹൈലൈറ്റ്. ഇത് കണ്ട നല്ലൊരു പൂൾ ഏരിയ, ഓൾമോസ്റ്റ് ഒരു ഇൻഫിനിറ്റി പൂൾ പോലെ. ഇരിക്കാനായിട്ട് ഇതുപോലെ ഒരു ചെറിയ ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ അവിടെയും ഇതുപോലെ സൺ ലോഞ്ചേഴ്സും അതുപോലെ സിറ്റിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. നൈസ് പ്ലേസ് ആക്ച്വലി ഇറ്റ് ഈസ്. ഇത് ഭയങ്കര തണുപ്പാണ് കേട്ടാ. അപ്പയും ഏത് മാത്രമേ ഉള്ളൂ പൂളില്. പക്ഷെ നമ്മുടെ ഫാമിലിന്ന് ബാക്കി എല്ലാവരും ലേസിയാ കേട്ടാ. അമ്മ എസ്പെഷ്യലി അമ്മ അവിടെ ഇരുന്ന് ചിപ്സ് കഴിക്കുന്നു, നമ്മൾ എക്സസൈസ് ചെയ്യുന്നു. ഡാഡിക്ക് വയ്യാത്തോണ്ടാ. നോക്കട്ടെ സ്വിമ്മിങ് പഠിച്ചോന്ന്. മറന്നുപോയെല്ലാം. സമ്മർ വെക്കേഷൻ അപ്പൊ പഠിപ്പിച്ചല്ലേ. മതി. ഈ കൈയുടെ ഇങ്ങോട്ട് സ്വിമ്മിങ് പഠിച്ചു കഴിഞ്ഞാൽ പക്കയായി. ഇവിടെ പിടിക്കും. നല്ല വ്യൂ ആ കേട്ടോ ഇവിടെ നിന്ന്. നമുക്ക് അടിപൊളിയാ ശരിക്കും. ഇപ്പൊ വലിയ അണ്ടർ വാട്ടർ ഒക്കെ കാണിക്കും കേട്ടോ എല്ലാരെയും. ഷോ കാണിക്കാനാ. പഠിച്ചുള്ള ആള്. ബാ. അല്ല തുപ്പുന്നതല്ലേ എന്റെ മേത്തേക്ക്. അങ്ങനെ പൂൾ ടൈമൊക്കെ കഴിഞ്ഞ് 7 മണിക്ക് പൂൾ അടയ്ക്കുക. സോ അത് കഴിഞ്ഞ് നേരെ നമ്മൾ പോയി കുളിച്ചിട്ട് ഇറങ്ങാൻ പോവാണ്. നല്ല രസമായിട്ടാ വൈകുന്നേരം. പൂളാകുമ്പോൾ അത്യാവശ്യം ചൂടും ഉണ്ട്, ഈ ഓപ്പൺ ആയതുകൊണ്ട്. കുറച്ചേ പഠിച്ചിട്ടുള്ളൂ കേട്ടോ. ഫസ്റ്റ് സ്റ്റേജ് പോലും ആയിട്ടില്ല. അതിനാണ് ഈ കാണിക്കുന്നത്. നമുക്ക് ടെൻഷൻ. ബാ. ഞാനും വരണോ? ഞാൻ വരണോ? തന്നെ പോയി വിളിക്കുവോ? എനിക്കൊന്നും ഫുഡ് കഴിക്കാൻ അങ്ങനെ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ. ബാക്കിയുള്ള മാരിയറ്റിലും അവിടെയൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം തിരക്കാണല്ലോ, ഗ്രാൻഡ് ഹയത്തൊക്കെ. പക്ഷേ ബുഫയ്ക്ക് അങ്ങനെ തിരക്കില്ല. എന്തായാലും ബുഫയുടെ ഫുഡ് കാണിക്കാം. സ്പിനച്ച് സൂപ്പ്, ചിക്കൻ മൗൻചൗ സൂപ്പ്, പിന്നെ കുറേ ഇതുപോലത്തെ ഹമ്മൂസും മിഡിൽ ഈസ്റ്റേൺ സംഭവങ്ങൾ. ഇത് കണ്ടിട്ട് കൊള്ളാം. ചില്ലി പനീർ, പെപ്പർ ചിക്കൻ കണ്ടിട്ട് കൊള്ളാം. വേദു ഹാപ്പി ആവും. ഒരു ക്രം ഫ്രൈഡ് ഫിഷ്,
ആരും ഇല്ല കേട്ടാ. പിന്നെന്താ, ഇത് കേരള റൈസ്, ബീട്രൂട്ട് തോരൻ, ഓക്കെ, കൂട്ടുകറി, സാമ്പാർ, പനീർ കറി, സബ്ജി കൊലപ്പുഴ. ഇതൊക്കെ എന്തോരം വേസ്റ്റ് ആവും അല്ലേ. രാജ്മ മസാല, ഇതെല്ലാം വെജാണ്. പിങ്ക് സോസ് പാസ്ത, പിന്നെ ബേക്ക്ഡ് വെജിറ്റബിൾസ്. എന്തോ ഫുൾ വെജിറ്റബിൾ ആണല്ലോ. ആ, ബിരിയാണി, തേങ്ങ അരച്ച കറി, അത് നല്ലതായിരിക്കും. പിന്നെ ആലപ്പി ഫിഷ് കറി, ബീഫ് കോക്കനട്ട് കറി, ഓക്കെ. അത് ഇതുപോലെ ചാറ്റ് കൗണ്ടേഴ്സ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ദോശപ്പൊടി, അതുപോലെ കുറച്ച് സാലഡ്സ്, പപ്പടം, ആൻഡ് ഇതെന്താ, പായസം, ഒരു ചോക്ലേറ്റ് ബ്രൗണി പുഡിംഗ്, പിന്നെ കുറച്ച് ഡെസേർട്ട്സും കുറച്ച് പേസ്ട്രീസാണ് ഡെസേർട്ട്സ്. ഇത് ബബൂസ എന്ന് പറയുന്നത് എനിക്ക് ടർക്കിഷ് ആണ്. ഇതേതോ ഇന്ത്യൻ ഡെസേർട്ട്, ഒരു കേക്ക്. ഭയങ്കര ഇംപ്രസീവ് ഒന്നുമല്ല, ബട്ട് ഐ പേഴ്സണലി തിങ്ക് ഇറ്റ് ഇസ് ഓവർ പ്രൈസ് എന്നാണ് തോന്നുന്നത്. കാരണം ഇവിടുത്തെ ഈ ഫുഡിന് ഏകദേശം 1750+ ടാക്സാണ് വരുന്നത്. 100% ഐ പ്രിഫർ അവന്യൂ റീജിയൻ മോർ ദാൻ ദിസ്. അവന്യൂ റീജിയൻ എനിക്ക് എത്രയാണെന്ന് അറിയില്ല, എന്തായാലും ഇതിനെക്കാട്ടി കുറവാണ്. അപ്പോൾ ഐ വുഡ് ഡെഫിനറ്റ്ലി സജസ്റ്റ് അവന്യൂ റീജിയൻ ഫോർ ബുഫേ ഈ ഒരു റേഞ്ചിലൊക്കെ ആണെങ്കിൽ. പക്ഷെ എനിക്ക് തോന്നുന്നു സ്വിഗ്ഗി ഡൈനൗട്ടിൽ ഏതിലോ 50% ഓഫ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. ഒരു 1000 രൂപയ്ക്കൊക്കെ ഇത് കുഴപ്പമില്ല. അല്ലാതെ വന്ന് കഴിക്കരുത്. എടുക്കാത്തതാണ്, പക്ഷെ പനീർ കണ്ടിട്ട് നല്ല സോസിയായി തോന്നിയ. ചില്ലി ചിക്കൻ്റെ ഒക്കെ ടേസ്റ്റ് അടിപൊളിയായിട്ടുണ്ട്. ഒരു ഡ്രാഗൺ ചിക്കൻ്റെ ടേസ്റ്റ്. എന്താ, കൊറിയൻ ചിക്കൻ ഒന്നും ഇല്ല. പിന്നെ കൊറിയൻ ചിക്കൻ, കൊറിയൻ ചിക്കൻ പോലത്തെ സാധനം ഉണ്ട്, ഞാൻ തരാം. നോക്കട്ടെ, പനീർ അല്ല, ഇത് മറ്റേ ക്രം ഫ്രൈഡ് ഫിഷ് ആണ്. കൊറിയൻ ഫ്രൈഡ് ചിക്കൻ ഉണ്ടോ, ഭയങ്കര ഇഷ്ടമാവില്ല കേട്ടാ. ഇതിൻ്റെ സംഭവം എന്താ വെച്ചാൽ തണുത്തുപോയി, അതുകൊണ്ട് ഒരു ക്രിസ്പിനെസ് ഇല്ല. പക്ഷെ മറ്റേ ഫ്രോസൺ അല്ല കേട്ടോ. അതുപോലെ തന്നെ ഇത് ഇവരുടെ പെപ്പർ ചിക്കൻ. ഇത് സാധാരണ ഒരു മെയിൻ കോഴ്സ് ആക്കി വെക്കാൻ പറ്റിയ, പക്ഷെ ഇവർ സ്റ്റാർട്ടറായിട്ടാണ് വെക്കുന്നത്. ഇതും കുറച്ച് ഉണങ്ങിയിരിക്കുന്നു, ഡ്രൈ ആയിപ്പോയി, പക്ഷെ നല്ല പെപ്പറി ടേസ്റ്റ് ഉണ്ട്. ഇവിടെ വന്നിരുന്നപ്പോൾ അവൻ എന്താ ഉണ്ടെന്ന് ചോദിച്ചെന്നറിയോ, കൊറിയൻ ഫ്രൈഡ് ചിക്കൻ ഉണ്ടോന്ന്. കൊറിയൻ ഫ്രൈഡ് ചിക്കൻ ഓർഡർ ചെയ്യുമ്പോൾ മമ്മയ്ക്കും കൂടെ ഓർഡർ ചെയ്യണം കേട്ടോ. മമ്മയ്ക്കും ഫേവറേറ്റ് ആയി. ഇവിടെ ഒത്തന്റിക് ഒന്നും കിട്ടില്ല. പാനിപ്പൂരി വന്നു, അത് വേറെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നോവോട്ടൽ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത. സാധാരണ ഒരു ബീഫ് സെർവ് ചെയ്യുന്ന കുറവാണ്. ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റാഫൊക്കെ ആയിരിക്കും കൂടുതൽ. പക്ഷെ ബീഫ് അടിപൊളിയായിട്ടുണ്ട്. ബാക്കി എല്ലാം ജസ്റ്റ് ഓക്കെ, മോശമല്ല, ജസ്റ്റ് ഓക്കെ. ചിലതൊക്കെ തണുത്ത് പോയി. ഇതൊക്കെ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ്. അതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി ഫുഡിൻ്റെ അധികം ഫോക്കസ് ചെയ്യാത്തത്. വന്ന് നമുക്ക് കഴിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ വേണം. പക്ഷെ നമ്മളൊരു 5 സ്റ്റാർ ഹോട്ടലിലെ ഒരു അടിപൊളി ബുഫേ എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഡിസപ്പോയിൻറ്റഡ് ആവും. ബിരിയാണി എങ്ങനെയുണ്ട്? നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാന്ന് തോന്നുന്നു അല്ലേ? അടി മമ്മി ചിക്കൻ ബിരിയാണിയും ബീഫ് ഫ്രൈ ഒക്കെ കഴിക്കുന്ന കേട്ടാ. എന്താ മമ്മി ഇങ്ങനെ ചിക്കൻ അഡിക്റ്റ് ആവുന്നേ? എപ്പോഴും ചിക്കൻ ചിക്കൻ ഇല്ലാതെ മമ്മിക്ക് ഇപ്പൊ ചോറ് ഇറങ്ങില്ലാന്ന് കണ്ടാ, നിർബന്ധമായി പോയി. പോകുമ്പോ അയ്യോ, ആ ചിക്കനില് തൊട്ട് സ്പൂണിലും ആ ചട്ടിയിലായിരിക്കും വെജ് തൊട്ടത്. അതുകൊണ്ട് എനിക്കത് കഴിക്കാൻ പറ്റില്ല. ഒരേ സ്പൂണായിരിക്കും ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. ഒരേ ചട്ടിയിലാന്ന് വെജും നോൺ വെജും. അതെ, അതിന് സ്മെല്ലുണ്ട് എന്നൊക്കെ പറഞ്ഞ ആള്. ഇപ്പത്തെ മമ്മിയുടെ ചിക്കൻ ബിരിയാണിയുടെ കൂടെ ബീഫ് റോസ്റ്റും. എല്ലാ ദിവസവും ഡാഡി മമ്മിക്ക് ചിക്കൻ വേണം. ബീഫും കഴിക്കുമോ? ഓഫ്, ഡാഡിയുടെ മുമ്പിലിരുന്നൊക്കെ കഴിക്കും. നമുക്ക് അവരുടെ മുമ്പ് വെച്ച് കഴിക്കാൻ പറ്റില്ല. പക്ഷെ മമ്മി ഇപ്പൊ നോൺ വെജ് ആയപ്പോ ഡാഡിയുടെ മുമ്പിലിരുന്ന് കഴിക്കും. ഡാഡി വെജുമായി. ഷുഗർ പേഷ്യൻസ് കഴിക്കുന്ന പായസത്തിന്റെ അളവ് ഡാഡിക്ക് ഷുഗർ കൂടട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. സ്നേഹത്തിന് കുറച്ച് എടുത്ത് കൊടുക്കണം പ്രിയ, മനസ്സിലാക്കതൊക്കെ. അത് ഡാഡി ഫുൾ കഴിക്കില്ല. ഡാഡിക്ക് ജസ്റ്റ് ആവശ്യമുള്ള കഴിച്ചിട്ട് അത് നിർത്തുന്ന പ്രിയ പറയുന്നു. നോക്കാം.
എന്ത് പായസം അത്? ശർക്കര പായസം. ശർക്കരയാ? എന്തായി? ശർക്കരയാവുമ്പോ എന്താ ഞാൻ പറഞ്ഞേ? നമ്മി തോറ്റ് നന്നായി പറ്റി വെക്കാതിരുന്നേ. എന്താ ഞാൻ പറഞ്ഞേ? എന്റെ ഒരു സ്പൂൺ കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും. ആ എനിക്ക് ഇഷ്ടം. അതെ. ഇപ്പൊ മനസ്സിലായോ? അതാണ് സ്നേഹം, ഇപ്പൊ മകൾക്കാരും അമ്മക്കാരും അറിയാവുന്നത്. ആ എനിക്കാണ് സ്നേഹം. എങ്ങനെ വരും? കറക്റ്റായിട്ട് പറഞ്ഞാരാ? മകൾക്ക് അമ്മേനെ കാട്ടി കൂടുതൽ അറിയാവുന്ന ആളെ. ആ അതാണ് ഫാദേഴ്സ് ഡേ. പോവാണ് കാരണം വേദുവിന് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് വീട്ടിൽ വരുന്നുണ്ടെന്ന്. ആരാന്ന് അത് നമ്മള് അടുത്ത വ്ളോഗിൽ പറയുന്നതായിരിക്കും, കാണിക്കുന്നതായിരിക്കും. പറയരുത്. ആ ഓക്കെ, അത് ഞാൻ സൈലൻസ് ചെയ്യും. ആ ഞാൻ പോട്ടെ, വണ്ടി വരുന്നു. ബൈ. ഫാദേഴ്സ് ഡേ ഒക്കെ ആയിരുന്നു. എല്ലാവരും ഇവിടെ ഇരുന്ന് ഹാപ്പി റിലാക്സ്ഡ് ആയി പോവാണ്. സോ നാളെ നമുക്ക് ആക്ച്വലി വേദു ഇന്നലെ രാത്രി തന്നെ പോയ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് വന്നു. അപ്പോൾ അവരത് ഭയങ്കര എക്സൈറ്റ്മെന്റിലായിട്ട് തിരിച്ച് വീട്ടിൽ പോയി. അപ്പോൾ ഇന്ന് അവരുടെ ആയിട്ടുള്ള ഒരു വ്ളോഗ് ആയിരിക്കും. ഐ മീൻ ഇന്ന് നാളെ വരാൻ പോകുന്ന വ്ളോഗ്. സോ നാളെ വളരെ ഒരു ഹാപ്പി ആയിട്ടുള്ള വ്ളോഗ് ആയിരിക്കും. സോ നല്ലൊരു വ്ളോഗായിട്ട് നാളെ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. ബൈ.